നമസ്കാരം. ബമ്പർ ടു ബമ്പർ ഓട്ടോമോട്ടീവ് റിവ്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ തവണയും മോട്ടോർ സൈക്കിൾ ഓടിച്ചു തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ചെയ്തിരിക്കേണ്ട പ്രീ റൈഡ് ഇൻസ്പെക്ഷൻ വളരെ എളുപ്പത്തിലും വേഗത്തിലും എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നിർത്തിയിട്ടിരിക്കുന്ന മോട്ടോർ സൈക്കിളിനടുത്ത് വന്നതിന് ശേഷം വാഹനത്തിൻ്റെ അടിയിലെ തറയിൽ ഓയിലോ മറ്റ് ഫ്ലൂയിഡുകളോ ലീക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി സ്റ്റാൻഡുകളുടെ സ്പ്രിങ്ങുകൾ പരിശോധിച്ച് വാഹനം ഓടുമ്പോൾ സ്റ്റാൻഡിനെ സുരക്ഷിതമായ വാഹനത്തിൽ മടക്കി വെക്കാനുള്ള ബലമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വാഹനം ഓടുമ്പോൾ സ്റ്റാൻഡ് അടിക്കുന്നുണ്ടെങ്കിൽ സ്പ്രിങ് മാറാനായി എന്ന് ഓർക്കണം. ഇനി വാഹനത്തെ സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ടതിന് ശേഷം എഞ്ചിൻ ഓയിൽ, ബ്രേക്ക് ഫ്ലൂയിഡ്, റേഡിയേറ്റർ ഉണ്ടെങ്കിൽ കൂളന്റ്, പെട്രോൾ ഇവയൊക്കെ ആവശ്യത്തിനുണ്ടെന്ന് ഉറപ്പാക്കുക. ഇനി മുന്നിലെയും പിന്നിലെയും വീലുകൾ കറക്കി സുഗമമായി കറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. ടയറുകൾക്ക് ആവശ്യത്തിന് ട്രെഡ് ഡെപ്ത് ഉണ്ടോ എന്ന് വെയർ ഇൻഡിക്കേറ്റർ നോക്കി മനസ്സിലാക്കുക. വിള്ളൽ, ബൾജ് തുടങ്ങിയ ടയർ ഡാമേജ് നോക്കുന്നതിനോടൊപ്പം വാഹന നിർമ്മാതാക്കൾ പറയുന്ന ടയർ പ്രഷർ ഉണ്ടോ എന്നും ചെക്ക് ചെയ്യുക. പ്രഷർ വാൽവിന് ക്രാക്ക് ഉള്ളതായി കണ്ടാൽ ഉടൻ മാറാൻ ശ്രദ്ധിക്കുക. ഇനി വീലുകൾക്ക് വരാൻ സാധ്യതയുള്ള ക്രാക്ക്, ബെൻഡ് തുടങ്ങിയവ ചെക്ക് ചെയ്യുക. ഇനി വാഹനത്തിലെ എല്ലാ കേബിളുകളും ഇതുപോലെ കൈകൊണ്ട് തൊട്ടു നോക്കി തുടക്കം മുതൽ അവസാനം വരെ പരിശോധിച്ച് ക്രാക്ക്, ബൾജ്, ലീക്ക് ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുക. ഇനി ഓയിൽ ലീക്ക് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളായ എൻജിൻ, ബ്രേക്ക് മാസ്റ്റർ സിലിണ്ടർ, കാലിപ്പേഴ്സ്, ഫ്രണ്ട് ആൻഡ് റിയർ സസ്പെൻഷൻ ഇവയൊക്കെ ചെക്ക് ചെയ്യുന്നതോടൊപ്പം വാഹനത്തിൻ്റെ ചേസിസിന് ക്രാക്കോ, ബെൻഡോ, പെയിന്റ് ഡാമേജോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. പ്രകാശം കുറഞ്ഞ സ്ഥലത്താണ് വാഹനം നിൽക്കുന്നതെങ്കിൽ ഇതുപോലെ ഒരു ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കാം. ഇനി വാഹനത്തെ സ്റ്റാൻഡിൽ നിന്ന് ഇറക്കി അതിൽ കയറിയിരുന്ന് ഫ്രണ്ടും റിയറും ബ്രേക്കുകൾ ഒന്നിച്ച് പിടിച്ചതിന് ശേഷം ശക്തമായി മുന്നിലേക്കും പിന്നിലേക്കും തള്ളുക. ഈ സമയത്ത് 3 കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. മുന്നിലെയും പിന്നിലെയും സസ്പെൻഷനുകളും ബ്രേക്കുകളും കാര്യക്ഷമമാണോ, നെക്ക് ബെയറിംഗ് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണത്. ഇനി മോട്ടോർ സൈക്കിളിന്റെ ഹാൻഡിൽ ബാർ വലത്തേക്കും ഇടത്തേക്കും തിരിച്ച് ഹാൻഡിൽ എവിടെയെങ്കിലും എത്തുമ്പോൾ ടൈറ്റ് ആകുന്നുണ്ടോ, ഏതെങ്കിലും കേബിളോ വയറോ അമുരുകയോ ബെൻഡാവുകയോ ചെയ്യുന്നുണ്ടോ എന്നും നോക്കുക. ഇനി എല്ലാ സ്വിച്ചുകളും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുക. ആക്സിലറേറ്ററിൻ്റെയും ക്ലച്ച് ലിവറിൻ്റെയും ഫ്രീ പ്ലേ ചെക്ക് ചെയ്തതിന് ശേഷം സ്മൂത്തായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഫ്രണ്ട് ബ്രേക്ക്, റിയർ ബ്രേക്ക്, ഗിയർ ഷിഫ്റ്റർ ഇവയൊക്കെ ശരിയായി വർക്ക് ചെയ്യുന്നുണ്ടെന്നും ആവശ്യത്തിന് ഗ്രീസ് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക. ഇനി ഇഗ്നിഷൻ കീ തിരിച്ച് എൻജിൻ സ്വിച്ച് അമർത്തി വാഹനത്തെ സ്റ്റാർട്ടാക്കിയതിനു ശേഷം ഹെഡ്ലൈറ്റ്, ലോ ബീം, ഹൈ ബീം, ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ്, സിഗ്നൽ ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ്, ഹോൺ ഇവയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മുന്നിലെയും പിന്നിലെയും ബ്രേക്ക് പിടിക്കുമ്പോൾ ബ്രേക്ക് ലൈറ്റ് ഓൺ ആകുന്നുണ്ടോ എന്ന് നോക്കുക.
പ്രധാനപ്പെട്ട എല്ലാ നട്ടുകളും ടൈറ്റ് ആണോ എന്ന് നോക്കുക. ഇതുപോലെ ഒരു മാർക്കിംഗ് ടൈറ്റ് ആയ നട്ടിൽ നിന്നും ഫ്രെയിമിലേക്ക് ഇട്ടാൽ ലൂസ് ആകുന്നുണ്ടോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവസാനമായി മിററുകൾ ശരിയായ പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഇത്രയുമാണ് നമ്മുടെ പ്രീ റൈഡ് ക്വിക്ക് ചെക്ക് ലിസ്റ്റ്. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി.